നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ രാജാവും റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഓണററി പ്രസിഡന്റുമായ ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഹിജ്റയുടെ ഭാഗമായി RHF സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും വാർഷിക ഈദ് അൽ അദ ധനസഹായം നൽകുന്നതിനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചു. കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പിന്തുണ നൽകിക്കൊണ്ട് സമയബന്ധിതമായ വിതരണം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും രാജാവ് RHFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RHFന് തുടർച്ചയായ പിന്തുണയ്ക്കും പരിചരണത്തിനും മാനുഷിക പ്രവർത്തനത്തിനും യുവജന കാര്യങ്ങൾക്കുമുള്ള രാജാവിന്റെ പ്രതിനിധിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ രാജാവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാമത് രക്തസാക്ഷിത്വ ദിനാചരണം നാളെ മെയ് 23 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മനാമയിലുള്ള KCT ഹാളിൽ സംഘടിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിക്കും. ബഹ്റൈനിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിലുള്ളവർ പങ്കെടുക്കും. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു എന്ന് IOICC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുഡ് എന്നിവർ അറിയിച്ചു. ഈ വർഷത്തെ CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റൈൻ അനുമോദിക്കുന്നു. ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 5 വിദ്യാർത്ഥികളെയാണ് ICF നോളജ് ഡിപ്പാർട്ട്മെന്റ് അനുമോദിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദന പത്രം വിതരണം ചെയ്യുമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് 34482410 3362 5767 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ICF നോളജ് ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബഹ്റൈന്റെ ലീല ജഷൻമാൽ പ്രഭാഷണ പരിപാടിയിൽ സ്പോർട്സ് ഇതിഹാസവും പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ അരുണിമ സിൻഹ പങ്കെടുക്കുമെന്ന് ILA ഓണററി പ്രസിഡന്റ് സ്മിത ജെൻസൺ പറഞ്ഞു. അരുണിമ സിൻഹ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ അംഗവൈകല്യമുള്ള സ്ത്രീയും ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ 2ാമത്തെ വനിത എന്ന നേട്ടത്തിന് ഉടമയുമാണ്. ബഹ്റൈനി പാരാ ട്രയാത്ലറ്റ് ഷെയ്ഖ അൽ ഷൈബയും പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കും. ശാരീരിക വെല്ലുവിളികൾക്കിടയിലും വിജയം കൈവരിച്ച അവരുടെ യാത്രയെക്കുറിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേട്ടമാക്കി മാറ്റാമെന്നതിനെക്കുറിച്ചും ഇരുവരും സദസ്സിനോട് സംസാരിക്കും. ബഹ്റൈൻ ഡിസേബിൾ സ്പോർട്സ് ഫെഡറേഷനുമായി സഹകരിച്ച് ആഗോളതലത്തിൽ കായിക മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച ബഹ്റൈൻ പാരാ അത്ലറ്റുകളെ ILA ചടങ്ങിൽ ആദരിക്കും. മെയ് 31 വൈകുന്നേരം 7 മണിക്ക് BIBF ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ക്ഷണപ്രകാരം മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്നും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ശില്പ നായിക്കിനെ 39305653 എന്ന നമ്പറിൽ വിളിച്ച് മെയ് 28 മുൻപ് രജിസ്റ്റർ ചെയ്യണമെന്നും സംഘാടകർ അറിയിച്ചു. 2026 70ാം വാർഷികത്തിനായി തയ്യാറെടുക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ നേട്ടങ്ങൾ, ധൈര്യം, ബുദ്ധിശക്തി, അനുകമ്പ എന്നിവയിലൂടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു എന്ന ആശയം ആഘോഷിക്കുന്നതിൽ തങ്ങൾ അഭിമാനിക്കുന്നു എന്ന് ILA ഓണററി പ്രസിഡന്റ് സ്മിത ജെൻസൺ പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ KPA ഈദ് ഫെസ്റ്റ് 2025 ജൂൺ 7 വൈകിട്ട് 6 മണിക്ക് മുതൽ സെഗയ KCA ഹാളിൽ സംഘടിപ്പിക്കും. ഈ പരിപാടിയോടനുബന്ധിച്ച് KPA പ്രവാസിശ്രീയുടെ നേതൃത്വത്തിൽ ഒപ്പന മത്സരവും സംഘടിപ്പിക്കുന്നു. ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് എൻട്രി ഫീസ് ഉണ്ടായിരിക്കില്ല. ഒപ്പനയിൽ കുറഞ്ഞത് 7 പേരും മാക്സിമം 11 പേരും ആകാം. പാട്ട് റെക്കോർഡ് ആയോ ലൈവ് ആയോ വാദ്യോപകരണങ്ങളുടെയോ അല്ലാതെയോ ആകാം. മത്സരങ്ങളിൽ 1, 2 സ്ഥാനം 3 സ്ഥാനങ്ങൾ ലഭിക്കുന്ന ടീമിന് ട്രോഫിയും ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ്. സമയപരിമിതി 10 മിനിറ്റ് ആയിരിക്കും എന്നും മത്സരങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് സുമി ഷമീർ 66367241, പ്രദീപ അനിൽ 36350488 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മൈത്രി ബഹ്റൈൻ ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബുവിന്റെ പിതാവ് അമ്പാട്ടുപറമ്പിൽ AH മുസ്തഫയുടെ നിര്യാണത്തിൽ മൈത്രി ബഹ്റൈൻ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഖബറടക്കം ഇന്ന് ജാലകം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സജിത മോൾ, സജി മോൻ, സുനിൽ ബാബു എന്നിവർ മക്കളാണ്. നാസർ, സജിത, ആബിന സ്കൂൾ എന്നിവർ മരുമക്കളും ആണ്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അനധികൃതമായി ഹജ്ജ് ചെയ്യാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശക്തമായ പരിശോധന മക്കയിലും പരിസര പ്രദേശങ്ങളിലും തുടരുന്നു. നിയമം ലംഘിച്ച് ആളുകളെ മക്കയിലെത്തിക്കാൻ സഹായിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. നിയമലംഘകരില്ലാത്ത ഹജ്ജ് എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത വ്യക്തികൾ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും പ്രവേശിക്കുകയോ താമസിക്കുകയോ ചെയ്യുന്നത് തടയുന്നതിനുള്ള ശ്രമങ്ങൾ സൗദി ആഭ്യന്തര മന്ത്രാലയം കർശനമാക്കിയിട്ടുണ്ട്. പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്ന നിയമലംഘകർക്ക് തടവ്, 1 ലക്ഷം റിയാൽ പിഴ, നാടുകടത്തൽ, 10 വർഷം സൗദിയിലേക്ക് പ്രവേശന വിലക്ക് എന്നിവയാണ് ശിക്ഷ. യാത്രയ്ക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജിന് ശ്രമിച്ചാൽ ശിക്ഷ 20,000 റിയാലാണ്. അടുത്ത 10 വർഷത്തേക്ക് ഹജ്ജ് ഉംറ വിലക്ക് നേരിടുകയും ചെയ്യും. പഹൽഗാം ആക്രമണത്തിനും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂരിനും ശേഷം ആദ്യമായി രാജസ്ഥാൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആർക്കു മുന്നിലും തലകുനിക്കുകയില്ലെന്ന് വ്യക്തമാക്കിയ മോദി സിന്ദൂരം മാറ്റാൻ ശ്രമിച്ചവരെ അവരുടെ മണ്ണിൽ പോയി നശിപ്പിച്ചെന്ന് രാജസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ രൗദ്രഭാവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം തുടച്ചു നീക്കിയവരെ ചാരമാക്കി നമ്മൾ മാറ്റി. നീതിയുടെ പുതിയ രൂപമാണ് ഈ ഓപ്പറേഷൻ. ആദ്യമായി ഭീകരരുടെ ഹൃദയത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചുവെന്നും മോദി പറഞ്ഞു. ഭീകരവാദ ആക്രമണങ്ങൾക്ക് രാജ്യം തക്കതായ മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ED നടത്തിയ അന്വേഷണവും റെയ്ഡും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കോർപ്പറേഷനെതിരെ ED എങ്ങനെയാണ് കുറ്റം ചുമത്തിയതെന്ന് ചോദിച്ച സുപ്രീം കോടതി ED എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി. ഫെഡറൽ ഘടനയെ പൂർണ്ണമായും ED ലംഘിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജും ഉൾപ്പെട്ട ബെഞ്ചാണ് EDയെ രൂക്ഷമായി വിമർശിച്ചത്. ഒരു സർക്കാർ ബോഡിക്കെതിരെ നടപടി സ്വീകരിക്കുക വഴി ED ഭരണഘടനാ മൂല്യങ്ങൾക്ക് തന്നെ എതിരായി പ്രവർത്തിച്ചുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെ അഴിമതിയിൽ ED അന്വേഷണം തുടരാൻ അനുവദിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 77.81% പ്ലസ് 2 പരീക്ഷയുടെ വിജയശതമാനം. 30,145 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. മുൻ വർഷത്തേക്കാൾ ഇത്തവണ വിജയശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 78.69 ആയിരുന്നു വിജയശതമാനം. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തിയത്. 83.09% കുട്ടികളാണ് എറണാകുളത്ത് വിജയം നേടിയത്. കുറവ് വിജയശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 71.09% കുട്ടികളാണ് വിജയം നേടിയത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.